നമ്മൾ മരിച്ച വീട്ടിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ സാധാരണ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. ആത്മീയവാദികൾ സഞ്ചരിക്കുന്ന ആൾക്കാരും ഇതുപോലെ കുറച്ച് ഹയർ വൈബ്രേഷനുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടാവും. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, കോട്ടുവായ വരൽ. ഈ കോട്ടുവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസിങ് പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ബോഡിയിലുള്ള ഇങ്ങനെ പിടിക്കുന്നതായ എനർജീസ്, ബാഡ് എനർജീസിനെയൊക്കെ നമ്മളുടെ ബോഡി തന്നെ അല്ലെങ്കിൽ സോള് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റിലീസ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രമിക്കും. അതാണ് കോട്ടുവായ. ഈ കോട്ടുവായ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. ഇതാണ് കോട്ടുവായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഹീലിംഗ് ഒക്കെ ചെയ്യാനിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായ കോട്ടുവായ വരാറുണ്ട്. അത് ചിലപ്പോൾ ചെയ്ത ആൾക്കാർക്ക് അറിയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. മറ്റപ്പുറത്തിരിക്കുന്ന ആളുടെ നെഗറ്റീവ് എനർജിനെ നമ്മൾ പിടിച്ച് വലിച്ച് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. അത് ദേവിയാണ് ചെയ്യുന്നത്. എൻ്റെ ബോഡിയിൽ നിന്ന് അതിനെ റിലീസാക്കി കളയുന്നു. അപ്പോൾ എനിക്ക് ഭീകരമായ കോട്ടുവായ വരാറുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളുടെ ബോഡി ശുദ്ധമായിരിക്കും. ഒന്നും ഉണ്ടാവില്ല അയാളുടെ ബോഡിയിൽ. എല്ലാ നെഗറ്റീവ് എനർജിനെയും വലിച്ചെടുത്ത് കളയും. വലിച്ചെടുത്ത് കളയുന്ന പരിപാടിയാണ് മഹാകാളി ഹീലിംഗ്. അത് ചെയ്തവർക്കറിയാം. അപ്പോൾ നമ്മൾ ഈ കോട്ടുവായ ഇടുന്നതൊരു പ്രോസസ്സാണെങ്കിൽ മുഴുവനും പോകണമെന്നില്ല. അപ്പം നെഗറ്റീവ് എനർജിനെ കളയാനായിട്ട് നമുക്ക് എന്തെല്ലാം മാർഗ്ഗങ്ങൾ സിമ്പിളായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള മാർഗ്ഗങ്ങൾ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ ആൾക്കാർ കുറച്ച് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടിയും ഇടക്കിടക്ക് വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പഴയ ആൾക്കാർ പിണങ്ങരുത്, ദയവ് ചെയ്ത്. പുതിയ ആൾക്കാരെ കൂടെ അറിയട്ടെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ചിരാതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കുക. നല്ല നെയ്യ് ഒഴിച്ചിട്ട്, ശുദ്ധമായ നെയ്യ് ഒഴിച്ചിട്ട് പച്ചക്കറുപ്പോലെ ഇങ്ങനെ പൊടിച്ചിങ്ങനെ ഇടുക അതിനകത്തോട്ട്. അതായത് ഈ പഞ്ഞിര തുണിയുണ്ട്, പഞ്ഞിത്തുണി, പഞ്ഞിയുടെ ഒരു തിരി കിട്ടും. നമ്മളിപ്പോൾ ഈ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് കരിയാവില്ല, കരിന്തിരി ആവില്ല. മറ്റേ നമ്മുടെ കോട്ടൺ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് മണം വരും. ഇതാകുമ്പോൾ ആ കത്തി അത് കെടുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. അത് പിന്നെ കയറി കത്തൂല. അങ്ങനത്തെ ഒരു തിരിയുണ്ട്, കടകളിൽ കിട്ടും, വാങ്ങാൻ കിട്ടും. പഞ്ഞിത്തിരി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് മേടിച്ചിട്ട് അത് പറഞ്ഞിട്ടിട്ട് നമുക്ക് ഇത് കത്തിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെറിയ ചിരാതിലാകുമ്പോൾ അതിൻ്റെ അടിയിലൊരു തളികെല്ലാം വെച്ചിട്ട് താഴെ വീഴാത്ത രീതിയിൽ അറിയാം നെയ്യ് അത് താഴോട്ട് പോയണമെങ്കിൽ രണ്ടാമത് വീണ്ടും നമുക്കത് അതിലേക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലൊരു പ്ലേറ്റ് അടിയിൽ വെക്കാം. എന്നിട്ട് ഓരോ മുറികളിലും കുറച്ച് സമയം, ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ഓരോ മുറികളിലും അത് വെക്കുക. അത് നമ്മുടെ വീട്ടിലുള്ള ഊർജ്ജത്തിനെ ബൂസ്റ്റ് ചെയ്യും. നെഗറ്റീവ് എനർജി പെട്ടെന്ന് വിട്ടുപോകും. അതേപോലെ തന്നെ വേറൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്, ഇപ്പോൾ നമ്മൾ സാധാരണ ഈ പുകയിടുന്നതിന് സ്മഡ്ജിങ് പരിപാടിക്ക് നമ്മൾ ഈ നമ്മുടെ തേങ്ങ പൊതിക്കുന്ന മടലുണ്ടല്ലോ, ആ മടലിനകത്ത് ഇതുപോലെ വളരെ തീ പിടിച്ചിട്ട് അതിനകത്ത് മറ്റേ കുന്തിരിക്കം, അതുപോലെയുള്ള സാമ്പ്രാണി, അതുപോലെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് പോക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പോക്കുമ്പോൾ എന്താ അറിയോ, ഭയങ്കരമായ പുക, ഒരുപാട് പുക നമ്മുടെ വീടിനകത്ത് വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലങ്സിനൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചാണ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഹീലിംഗ് ചെയ്യാനിരിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ വിളക്കും കാര്യങ്ങളൊന്നും കത്തിക്കാറൊന്നുമില്ല ഹീലിംഗ് ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ ഒരു ഈ സാമ്പ്രാണി ഇങ്ങനെ ഷേപ്പിലുള്ള സാമ്പ്രാണി കിട്ടുമല്ലോ കത്തിക്കുന്നത്, അത് ഇതുപോലെ ചെറിയ ചിരാതിനകത്ത് കത്തിച്ചിങ്ങനെ വെക്കും. എന്നിട്ട് അതിനകത്തേക്ക് കത്തിങ്ങനെ കുറച്ച് പുകയൊക്കെ വന്നു തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് കുറേശ്ശെ പച്ചക്കർപ്പൂരം അങ്ങനെ തിരുമേടി ഇട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ദശാംഗം എന്ന് പറഞ്ഞ സാധനം ഒരു ഇത്രയുള്ള ചെറിയ പാക്കറ്റ് വാങ്ങിട്ടും അതും കുറേശ്ശെ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുക വരുന്ന സമയത്ത് ഈ കർപ്പൂരത്തിൻ്റെയും ഇതിൻ്റെയും കൂടി അങ്ങോട്ട് പുകയുമ്പോൾ നല്ല പെർഫ്യൂമും ആയിരിക്കുള്ളൂ. നമ്മൾ എന്താ പറയുക, അത് റൂമിൻ്റെ അകത്ത എനർജിനെ മാറ്റാനായിട്ട് സഹായിക്കാൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. അത് സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി ഇതൊക്കെ ചെയ്തു, നിങ്ങളുടെ ശരീരത്തിലുള്ള എനർജീസ്, നെഗറ്റീവ് എനർജി പോയിട്ടില്ല എന്ന് വിചാരിക്കും, അതെന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് എല്ലാവരും പറയണ കോമൺ ഒരു മാർഗ്ഗമുണ്ട്, ഉപ്പ് തേച്ച് കുളിക്കുക എന്നുള്ളത്. അത് നല്ലത് തന്നെയാണ്, ഉപ്പ് തേച്ച് കുളിക്കാം. അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഒരാൾ നെഗറ്റീവ് എനർജി ഒരാളെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചെന്ന് വരികയും ആ എനർജി നമ്മുടെ കൈ കൂടി കയറി വരും. നിങ്ങൾ ശ്രദ്ധിച്ചാന്നറിയാൻ പാടില്ല, ഈ നീരുള്ള ആൾക്കാരൊക്കെ പോയിട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാവണ പോലത്തെ ഒരു ഫീലിംഗ് വരും. അത് ചിലപ്പോൾ നമ്മളെ ഹാർട്ട് ചക്കയിലോട്ടോ അല്ലെങ്കിൽ സോളാർ കയറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അത്ര ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ, തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഭയങ്കര പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതാ എനർജി നമ്മളിലോട്ട് കയറി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സിനുള്ള ഒരു പവർ, ഈ വിരലിനുള്ള ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്.
നമുക്കറിയില്ല, നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് വീഡിയോസിൽ. പക്ഷേ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്കിത് റിലീസ് ചെയ്ത് കളയാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. നമ്മുടെ ഈ എല്ലാ വിരലുകളും ഇങ്ങനെ താഴത്തേക്കാക്കി പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് കുറച്ചും കൂടി താഴേക്കാക്കി ഇങ്ങനെ നമ്മുടെ മദർ എർത്തിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് ഇതിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെക്കുക. കസേരയിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഒരു ചെയറിലിരുന്നുകൊണ്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പറയുക, നമ്മൾ മദർ എർത്ത്, ഈ ഭൂമിദേവിയാണല്ലോ ശരിക്കും നമ്മുടെ അമ്മ എന്ന് പറഞ്ഞത്. ഭൂമിദേവിയാണ്, മദർ എർത്ത് എന്നാണ് പറയാൻ. ഭൂമിയോട് പറയുക, എന്നിലുള്ള എല്ലാ അധമ വികാര വിചാരങ്ങളും എല്ലാ ഇതുപോലുള്ള നെഗറ്റീവ് അൺവാണ്ടഡ് എനർജീസും എൻ്റെ ശരീരത്തിൽ നിന്ന് കൈകളിലൂടെ വലിച്ചെടുത്ത് എന്നെ ശുദ്ധമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് നിങ്ങളിങ്ങനെ പിടിച്ചുകൊണ്ട് 9 പ്രാവശ്യം പറയണം. അതായത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ വിരലിൻ്റെ ആ ടിപ്പുകളിലേക്ക് ഫോക്കസ് ചെയ്യണം ആദ്യം. എന്നിട്ട് റിലീസ് 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 ഇങ്ങനെ 9 പ്രാവശ്യമാണ് ഒരു സെറ്റ്. ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വിരലിൽ കൂടി ആ എനർജി എന്തൊക്കെയോ താഴേക്ക് പോകുന്ന എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഒരു 5 പേരുടെ ഹീലിംഗ് എന്ന് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരാളുടെ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊന്ന് കടപ്പുറത്തൊക്കെ വന്ന് കുറച്ച് ഇരുന്നിട്ട് ഒരാളുടെ കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം നാളെയൊക്കെ എനിക്ക് കുറച്ച് തിക്കും തിരക്കുള്ളതുകൊണ്ട് നാളെ വർക്ക് ചിലപ്പോൾ ചെയ്യില്ല. അപ്പോൾ ഇന്നുകൂടി കയറ്റി അത് ചെയ്ത് വിടുകയാണ്, അല്ലെങ്കിൽ ആളുടെ എണ്ണം കൂടും. അപ്പോൾ ശുദ്ധീകരണം പൂർണ്ണമായിട്ടും എന്നിൽ നടന്നിട്ടില്ല. ഇതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഇടത്തെ കൈ കൂടി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞുള്ളൂ. ഇതേപോലെ നിങ്ങൾ പല സെറ്റുകൾ പല തവണ നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് എടുക്കുക. പയ്യെ പറഞ്ഞാൽ മതി. 5 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ എനർജി മുഴുവനും ഭൂമി ദേവി വലിച്ചെടുക്കും. അതൊരു സംശയവും വേണ്ട. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളത് ഹാബിറ്റാക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിനെ അന്നന്ന് എടുത്ത് റിലീസ് ചെയ്ത് കളയാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ പൂജയും മാന്ത്രികമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പരിപാടി. കാരണം നിങ്ങളുടെ പവറിൽ നിങ്ങൾ വിശ്വസിക്കണം ആദ്യം. ഇത് കേൾക്കുമ്പോൾ ചെല്ലു വയ്ക്കുമ്പോൾ അതെങ്ങനെയാണ്, അതെങ്ങനെ പോകുമെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. നമ്മളുടെ പവർ എന്താണെന്നുള്ളത് ആക്ച്വലി നമുക്ക് അറിഞ്ഞൂടാ. അതാണ് ഞാനിത് എൻ്റെ കാര്യങ്ങൾ, ഈ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കണ പല കാര്യങ്ങളുമാണ്. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത പല കാര്യങ്ങളുണ്ട്. പിന്നെ ദേവി പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രകൃതിയിൽ നിന്ന് ഞാൻ കിട്ടിയ കുറേ ടിപ്പുകളുണ്ട്. വേറെ ടിപ്പുകളുണ്ട്, ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ സംഭവം. അത് ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു ദിവസം ചെയ്താൽ പോരാ, നിങ്ങൾ അടുപ്പിച്ച് കുറേ ദിവസം ചെയ്ത് നോക്കുക. അപ്പോൾ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാർ കുറേ പേര് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ രക്ഷപ്പെട്ട് പോകും. അപ്പോൾ എൻ്റെ അടുത്തേക്ക് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് പറഞ്ഞു. ഞാൻ ഇവിടെ ഇത്രയും പേർക്ക് ഹീൽ ചെയ്യാൻ പറ്റും. എനിക്ക് വളരെ ചുരുക്കം ആൾക്കാർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെയൊക്കെ സെൽഫായിട്ട് തന്നെ ചെയ്ത് മാക്സിമം മാറ്റാനായിട്ട് ശ്രമിക്കാനാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്താൽ നിങ്ങളുടെ എനർജിയിൽ വളരെ വ്യത്യാസങ്ങൾ, ഒരു പോസിറ്റീവായിട്ടുള്ള വൈബിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുദർശന മന്ത്രം അത് നിങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് നിങ്ങൾ ചൊല്ലാം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനെ പരകർമ്മമന്ത്രയന്ത്രൌഷധ അസ്തശസ്ത്രാണി സംഹര ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീത്രേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായ ഹുംപട്ടമ്മണേ പരം ജ്യോതിഷേ സ്വാഹ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ സുദർശന മന്ത്രം പല രീതികളിലൊക്കെ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ തെറ്റോ കുറ്റോ ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ ദയവേത് ക്ഷമിക്കുക. എനിക്കിത് വർക്കാവുന്നുണ്ട്, നിങ്ങൾക്കത് വർക്കാവുകയാണെങ്കിൽ സന്തോഷം, അത്രയേ ഉള്ളൂ. ഇത്രയും ഞാൻ പറയുള്ളൂ. എനിക്ക് ഇതിനെപ്പറ്റി ഒരു എന്താ പറയുക, ഒരു അടിസ്ഥാനപരമായിട്ട് വലിയൊരു വിവരമൊന്നുമില്ല. അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള സാങ്കേതിക സാധനമൊന്നും എൻ്റെ ഇല്ല. അപ്പോൾ എനിക്കിത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇത് അമ്പലങ്ങളിലൊക്കെ ചൊല്ലണത് കുറച്ച് വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി വാക്കുകളൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെല്ലാം, ഒരു കുഴപ്പമില്ല. തെറ്റ് ശരിയൊന്നുമില്ല. നമുക്ക് എന്താണോ വർക്കാവുന്നത് അതാണ് നമുക്ക് വേണ്ടത്. എൻ്റെ തത്വമാണ്. അപ്പോൾ ഇത് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉണ്ട്, നിങ്ങൾ അത് കേൾക്കുക, അതായത് നിങ്ങൾ ചൊല്ലി പഠിക്കുക. ഡെയിലി നിങ്ങളത് 5 മിനിറ്റെങ്കിലും സുദർശന മന്ത്രം യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതുപോലെ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇതുപോലെ കടപ്പുറത്തൊക്കെ വന്നിട്ട്, കടപ്പുറം അടുത്തുണ്ടെങ്കിൽ, സീ സൈഡ് ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ച് നേരം ഇരിക്കുക. ഈ മരത്തിലൊക്കെ ഇവിടെ ചാരിയിരിക്കുക. മരത്തിൽ ചാരിയിരിക്കുന്നത് ഭയങ്കര
പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇതുപോലെ നല്ല മരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചാരി ഇരുന്ന പുറം നമ്മുടെ ബാക്ക് ചാരി ഇവിടെ കൊള്ളിച്ച് വെക്കണം. കാരണം നമ്മളുടെ ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞ ആൾക്കാർ വന്നിരിക്കണം എവിടെയെന്നറിയോ? പുറത്താണ്, അല്ലെങ്കിൽ കഴുത്തിലാണ്, കയറി പിടിക്കുന്ന കഴുത്തിലാണ്. അപ്പോൾ അവരുടെ ആ ഒരു സ്വാധീനം ഇല്ലാണ്ടാക്കാൻ നമ്മൾ ഇവിടെ നിന്ന് ജപിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ജപിക്കാന്നിരിക്കും, ജപിച്ച് കഴിയുമ്പോൾ നമ്മൾ ഹയർ വൈബ്രേഷനിലേക്ക് വരുമ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങി ഈ മരത്തിലോട്ട് പോകും. ഒരു പോസിബിലിറ്റി പോയാൽ പോയി. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടില്ലേ, നമുക്ക് പൈസ ചിലവില്ലാണ്ട് നമുക്ക് കാര്യം നടന്നില്ലേ? അതേപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. പരീക്ഷണ ഗവേഷണ നിരീക്ഷണങ്ങളാണ് വേണ്ടത് നമുക്ക്. അതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ഓരോരോ വിദ്യകൾ കണ്ടുപിടിക്കാൻ പറ്റും. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞേക്കുന്നത് മാത്രം അല്ല, നമുക്ക് സ്വയമായിട്ടും പുതിയ പുതിയ വിസ്റ്റംസ് കണ്ടുപിടിക്കാൻ പറ്റും. പുതിയ പുതിയ നോളജ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ശാസ്ത്രജ്ഞന്മാർ ഓരോന്ന് കണ്ടുപിടിക്കണമല്ലേ, അതുപോലെ ആത്മീയതയിലും ഇതുപോലെ നമുക്ക് പല പല പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ സമയം കിട്ടണില്ല, ഒരു കൊല്ലമായിട്ട് തിക്കും തിരക്കുമാണ്. മറ്റുള്ളവരുടെ ദുരിതം മാറ്റാനായിട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള പുതിയ പുതിയ ടെക്നീക്സുകളൊന്നും ഇപ്പോൾ ഒന്നുമില്ല എൻ്റെ ഒരു പുതിയത്. പഴയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇരുന്നാൽ എനിക്ക് കിട്ടും, മെഡിറ്റേഷൻ ചെയ്താൽ കിട്ടും. ഒരുപാട് സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഇതുപോലുള്ള വിദ്യകൾ. പക്ഷേ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പറയാറുള്ളൂ. കാരണം ആളുകൾക്ക് ഒന്നും കേൾക്കാൻ വേണ്ടി താല്പര്യമൊന്നുമില്ല. ആൾക്കാർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോട് മാത്രമേ താല്പര്യമുള്ളൂ. പുതിയ പുതിയ കാര്യം ചോദിച്ചാൽ ഏത് ബുക്കിലാണ് ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞേക്കാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളാരായി? അപ്പോൾ നമ്മൾ മണ്ടനായി. അപ്പോൾ അതുകൊണ്ട് എന്താണ്, മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞ പോലെയാണ് ഇത്തരം വിഷയങ്ങളിൽ. ഞാനത് പാലിക്കാറുണ്ട്. അത് അനുഭവം കൊണ്ട് പഠിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഒരു വിദ്യ എൻ്റെ ഇരിക്കട്ടെ എന്നുള്ള മട്ടിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രായോഗികമായിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ വളരെ സന്തോഷം. എൻ്റെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ നെഗറ്റീവ് എനർജി കളയാനായിട്ട് ഇത്തരം മാർഗ്ഗങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം. റിസൾട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.